ശ്രീ പൊടിപാറ, ഇന്നിപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു കാലത്ത് കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ തന്നെ വിസ്മരിക്കാനാവാത്ത വികസനത്തിൻ്റെ സമാനതകളില്ലാത്തൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു 10 വർഷം എന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി സമ്മതിക്കേണ്ടി വരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് കൂമ്പിച്ചൽ കടവ് പാലം യാഥാർത്ഥ്യമായി. അതിൽ 11 ആദിവാസി ഉന്നതികളുടെ ചിരകാലാഭിലാഷമാണ് പൂർത്തിയായത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചത്. പാലം യാഥാർത്ഥ്യമായത് പല കടമ്പകൾ കടന്നാണ്. 50 വർഷത്തെ അരനൂറ്റാണ്ടിൻ്റെ ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ആ നാടിൻ്റെ ഈ ആദിവാസി ഊരുകളിലേക്കാണ് ഇത്ര കോടികൾ ചെലവഴിച്ച് അങ്ങനൊരു ബൃഹത്തായ പാത നമ്മൾ രൂപീകരിച്ചത്. കഴിഞ്ഞ ദിവസം കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ, അതുപോലെ തന്നെ കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ അവയവമാറ്റ അതുമായി ബന്ധപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു ഗുഡ് ഗവേണൻസുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു വിഷയമാണോ, അത് താരതമ്യത്തിന് ഇടവരുത്തുന്നതാണോ മുന്നണികൾക്കിടയിൽ? ശ്രീ പൊടിപാറ. ശരത്തെ, ഒരു വലിയ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3-ാം ഊഴത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ചുവടുവെക്കാൻ അവരാഗ്രഹിക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം നീണ്ട ആ ഒരു അധികാര വിരാമത്തിന് ശേഷം ഒരു തിരിച്ചുവരവിന് അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. ഈ 2 മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ ഒരു ബദലായി അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായോ അല്ലെങ്കിൽ ഭരണപക്ഷമായോ മാറാൻ ആഗ്രഹിക്കുന്ന NDA മുന്നണി. ഇതാണല്ലോ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ്. അതിൽ പലതും ശരിയാണ്, പലതും ഒരു എന്താ പറയാ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഉള്ള കുറച്ച് ഊതി വീർപ്പിച്ചതാണ് എന്നും വിമർശനം ഉണ്ടായേക്കാം. അതായത് 10 വർഷമായിട്ട് പറഞ്ഞ പോലെ വർഗീയ കലാപങ്ങളില്ലാത്ത, പവർ കട്ടില്ലാത്ത, അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക വികസനത്തിന്റെ ഒരു പൂക്കാലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഭരിക്കുന്ന കക്ഷി ഈ 10 വർഷക്കാലം അധികാരത്തിലിരിക്കുമ്പോൾ ആ 10 വർഷം മുമ്പുള്ള കേരളത്തെക്കാൾ എന്തായാലും മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് പോകും. അത് പാലങ്ങളുടെ കാര്യത്തിലായാലും, റോഡുകളുടെ കാര്യത്തിലായാലും, ഗ്യാസ് പൈപ്പ് ലൈനിന്റെ കാര്യത്തിലായാലും, അങ്ങനെ അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിലായാലും ഒക്കെ മാറ്റങ്ങളുണ്ടാവും. അല്ല ശ്രീ പൊടിപ്പാറ, അത് ശരിയാണ്. പക്ഷേ അത് നമ്മളിപ്പോൾ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറും, മുന്നണി 5 വർഷം LDF, അത് കഴിഞ്ഞാൽ UDF എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പൊതു വർത്തമാനം നമ്മുടെ ഇടയിൽ എത്രയോ കാലങ്ങളായിട്ടുണ്ടായിരുന്നു. ആ നിലയിലായിരുന്നു കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷം. നമ്മൾ അങ്ങനെ പറയുന്ന പോലെ ലാഘവത്തോടെ പറയാവുന്നതാണോ 10 വർഷം പാലങ്ങളുണ്ടാകും അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദേശീയപാത വികസിക്കും എന്ന് വളരെ ലാഘവത്തോടെ പറഞ്ഞു പോകാവുന്ന ഒന്നാണോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞു എന്നുള്ളതല്ല, അതിനെ അങ്ങനെ ശരത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അത് അർഹിക്കുന്നതിനേക്കാൾ ഞങ്ങളുടെ കാലത്ത് മാത്രമാണ് റോഡുണ്ടായത്, പാലം ഉണ്ടായത്, തോടുണ്ടായത്, റെയിൽവേ ഉണ്ടായത്, വികസനം ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിലേക്ക്, പവർ കട്ടില്ലാത്ത ഇങ്ങനെയുള്ള വൈദ്യുതി ഉൽപാദനത്തിൽ സർവകാല റെക്കോർഡ് സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറുവശത്ത്, അതായത് ഈ പറഞ്ഞ മുൻ ഭരണാധികാരികളുടെ കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും അതിനു മുമ്പുള്ള ഇടതുമുന്നണി നായനാർ സർക്കാരിന്റെ കാലത്തും എല്ലാം ഇത്തരത്തിൽ PS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തും എല്ലാം വികസനങ്ങൾ കൂടിയും അവിടെയാണ് ശ്രീ പൊടിപ്പാറ ഒരു സെക്കൻഡ് താങ്കളിലേക്ക് തന്നെ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ താങ്കളോട് പറഞ്ഞു, സ്വാഭാവികമായി ഇത് ജനങ്ങൾക്കിടയിൽ ഒരു താരതമ്യത്തിന് വിധേയമാകുന്ന സാഹചര്യമല്ലേ. അങ്ങനെ വിധേയമാകുമ്പോൾ മുൻകാലത്തേതുപോലെ പരസ്പരം വളരെ താങ്കൾ പറഞ്ഞ പോലെ പറഞ്ഞു പോകാൻ മുന്നണികൾക്ക് കഴിയുമോ? നോക്കൂ, ഈ 2 ലക്ഷം കോടി രൂപയുടെ ഒരു പശ്ചാത്തല സൗകര്യ നിർമ്മാണത്തിനുള്ള കിഫ്ബിയുടെ നേരിട്ടുമല്ലാതെയുമുള്ള വലിയ പരിശ്രമങ്ങൾ നടന്ന സമയമാണ്. അതിൽ തന്നെ 90,000 കോടിയുടെ പദ്ധതികൾ പൂർത്തീകരിച്ച ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ പണം ചെലവഴിച്ചതാണ്, അത് പണം കൊടുത്തു തീർത്തതാണ്. മറ്റത് പദ്ധതികൾ പൂർത്തീകരിച്ചതാണ്. അതെന്ന് പറയുന്നത് കൊടുത്ത പണത്തിൻ്റെ കണക്കാണ്. പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേരളത്തെ അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. വികസനവുമായി ചരിത്രത്തോട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുന്നണിയുടെ ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ, ഇടതു മുന്നണിയുടെ ബാലൻസ് ഷീറ്റിൽ ഇതിനു മുമ്പ് സമാനതകളില്ലാത്ത ഈ വികസന നേട്ടങ്ങളും, സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളും, സമാനതകളില്ലാത്ത ഗുഡ് ഗവേണൻസും ഒക്കെ ഉണ്ടെങ്കിൽ
അത് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ഒരൊറ്റ ബലത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നും അറിയാത്ത മനുഷ്യരല്ല, കാര്യങ്ങളെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മനുഷ്യരാണ്. പെട്ടെന്ന് ഇങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയില്ല. അവർക്ക് സ്വന്തമായ അസസ്മെന്റ് ഉണ്ട്, അനാലിസിസ് ഉണ്ട്, കാര്യങ്ങളെ അതിന്റെ മെറിറ്റിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുമുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. എങ്കിൽ എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള അംഗീകാരം, ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ഇടതുമുന്നണിക്ക് പറയാൻ കഴിയൂ? ആ ഭരണമുന്നണി വിരുദ്ധ വികാരത്തിന്റെ ഒരു പ്രതിഫലനമല്ലേ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? അതേ ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? അതിൽ വോട്ടിംഗ് പാറ്റേൺ അല്പം വ്യത്യാസമുണ്ട്. കേന്ദ്രത്തിലെ സർക്കാരിനെ തെരഞ്ഞെടുക്കും, അവിടെ ഇപ്പോൾ CPM അവിടെ ചെന്നാലും തനിച്ച് വലിയ റോൾ അഭിനയിക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ അങ്ങനെ. പക്ഷെ മുൻകാലങ്ങളിലൊക്കെ കേരളത്തിൽ ഈ പറഞ്ഞ അതേ രീതിയിൽ നിൽക്കുന്ന കാലത്തും കേന്ദ്രത്തിൽ ചെന്നിട്ട് ഭരിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ 10 സീറ്റും 9 സീറ്റും 13 സീറ്റും 14 സീറ്റും ഒക്കെ കൊടുത്ത ചരിത്രമുണ്ട്. അപ്പൊ തുടർച്ചയായ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുന്നു. ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച തിരിച്ചുവരവ് നടത്താൻ കഴിഞ്ഞു. അത് സവിശേഷമായ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. പക്ഷെ അതിൽ നന്നായി പ്രവർത്തിച്ചു എന്നതിന് ജനം അക്നോളജ് ചെയ്തു, അവർ എൻഡോഴ്സ് ചെയ്തു, അവർ നിങ്ങളെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. പക്ഷെ മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഇത്രത്തോളം ക്ഷേമം, ഇത്രത്തോളം വികസനം, ഇത്രത്തോളം എന്താ പറയാ കരുതൽ, ഇതെല്ലാം ജനത്തിന് കൊടുത്ത സമാനതകളില്ലാത്ത 10 വർഷത്തിന്റെ അവസാനം ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ ഇടതുപക്ഷം പോലും ഇപ്പോ കരുതുന്ന എന്താ, വീട് കയറി ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM എത്തിയിരിക്കുക. ആ വീട് കയറി ബോധ്യപ്പെടുത്താൻ പാർട്ടി പ്രവർത്തകർക്ക് പോലും വിജയകരമായിട്ട് അല്ലെങ്കിൽ വേണ്ട പോലെ നടക്കുന്നില്ല എന്നുള്ള വിമർശനം ഞാൻ പറഞ്ഞത്. ശ്രീ പൊടിപ്പാറ, അതിൽ തന്നെ ഒരു വ്യത്യാസമില്ലേ? ഇപ്പോൾ താങ്കളിപ്പോൾ നിരീക്ഷിച്ചതേറെയും രാഷ്ട്രീയ കാരണങ്ങൾ വെച്ചുകൊണ്ടാണ്. ആ രാഷ്ട്രീയ കാരണങ്ങൾ നോക്കിയാൽ ഇതുപോലെ ഗൃഹസന്ദർശന പരിപാടികൾ 2019 ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ CPM-ന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് സമാനമായ രീതിയിൽ ഇപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലടക്കം തെറ്റിദ്ധാരണ നീക്കാൻ ഗൃഹസന്ദർശനം എന്ന രാഷ്ട്രീയ പരിപാടിയുമായി അവർ പോയത് നമ്മുടെ മുമ്പിലുണ്ട്. അത് ഇത്തവണയും ചെയ്തത് ആദ്യമല്ല എന്നാണ് ഞാൻ അത്രമാത്രമേ അതിൽ സൂചിപ്പിക്കാൻ ശ്രമിച്ചുള്ളൂ.